കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തെ തമ്പാനൂരിലുള്ള ഒരു പ്രമുഖ ഹോട്ടലിൽ വെച്ച് മലയാള മനോരമയുടെ ഇയർ ബുക്കിൻ്റെ ഭാഗമായി, അവർ ഇയർ ബുക്ക് ഇറക്കുന്നവരാണ്, മാതൃഭൂമിയൊക്കെ ഇറക്കും, അവർ മനോരമ ഇയർ ബുക്ക് വിഭാഗത്തിൻ്റെ ഭാഗമായി കേരളത്തിൻ്റെ വികസനത്തിൻ്റെ ഭാവിയുമായി ബന്ധപ്പെടുത്തിയ ഒരു നല്ല സെമിനാർ നടന്നിരുന്നു. ഉദ്ഘാടന സെക്ഷൻ ഓരോ അരമണിക്കൂർ 3/4 മണിക്കൂറുള്ള സെക്ഷനാണ്. 35-40 മിനിറ്റ് പ്രസൻറ്റേഷൻ, അത് കഴിഞ്ഞാൽ 10 മിനിറ്റോളം സംശയങ്ങൾ ചോദിക്കാൻ, ആളുകളുടെ ഇൻ്ററാക്ഷൻ. ഈ ഒരു 8-10 സെക്ഷനായിട്ടാണ് നടത്തുന്നത്. വളരെ മനോഹരമായിട്ടാണ് മനോരമ സംഘടിപ്പിച്ചത്. ഫേസ്ബുക്ക് വഴി അതിന് വേണ്ട ആവശ്യമായ ഒരു പരസ്യവും കൊടുത്തിരുന്നു. രജിസ്റ്റർ ചെയ്തവർക്ക് പങ്കെടുക്കാം. കേരളത്തിൻ്റെ ഭാവിയായി വികസനവുമായി ബന്ധപ്പെട്ട വിഷയമായതുകൊണ്ട് ഞാനും രജിസ്റ്റർ ചെയ്തിരുന്നു. ആ ഹോട്ടലിൽ വെച്ച് നടന്ന പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. ഹോട്ടൽ ഡെമോറയിലാണ് നടന്നത്. ഈസ്റ്റ് ബോട്ടിനുള്ള കോഫി ഹൗസിൻ്റെ അടുത്തുള്ള ഡെമോറയിലാണ് നടന്നത്. അപ്പോൾ അതിന് രാവിലെ ആദ്യത്തെ സെഷൻ രമേശ് ചെന്നിത്തലയുടേതായിരുന്നു. അപ്പോൾ അദ്ദേഹം കേരളത്തിൻ്റെ വികസനവും ഭാവിയെ ബന്ധപ്പെടുത്തി കുറേ കാര്യങ്ങൾ പറഞ്ഞു. അത് 3/4 മണിക്കൂർ എന്നുള്ളത് 1 മണിക്കൂറോളം നീണ്ടു. അത് കഴിഞ്ഞിട്ട് ഓരോ സെക്ഷനുകളുണ്ടായിരുന്നു. ശിവൻകുട്ടിയുടെ സെക്ഷൻ ഉണ്ടായിരുന്നു, മേയറുടെ സെക്ഷൻ ഉണ്ടായിരുന്നു, രാജീവ് ചന്ദ്രശേഖരൻ്റെ സെക്ഷൻ ഉണ്ടായിരുന്നു. ഇതിൽ രാജീവ് ചന്ദ്രശേഖരൻ്റെ സെക്ഷനിൽ പല കാര്യങ്ങൾ പറയുന്ന കൂട്ടത്തിൽ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു, നോക്കൂ, ഇപ്പോൾ ഇൻഫൻറ്റ് മോർട്ടാലിറ്റി, അതായത് ശിശുമരണ നിരക്ക് കേരളത്തിൽ കുറയുന്നു. അതെങ്ങനെ കുറയാതിരിക്കും? ഇവിടെ പിള്ളേരൊന്നും ഇല്ലല്ലോ, എല്ലാ പിള്ളേരും വിദേശത്തല്ലേ എന്ന് അദ്ദേഹം ഒരു കമൻറ്റ് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ഉദ്ദേശിച്ചത്, ഇവിടെ പ്രസവിക്കാൻ പിള്ളേരുണ്ടെങ്കിലല്ലേ ഈ കണക്കെടുക്കുന്നതിൽ കാര്യമുള്ളൂ. ഇവിടെ പ്രസവം നടക്കുന്നില്ലല്ലോ, പിള്ളേരെല്ലാം വിദേശത്താണ്, അവരാരും തിരിച്ചു വരുന്നുമില്ല. അപ്പോൾ കല്യാണം കഴിച്ച് അവിടെ കഴിയുകയാണ്. അപ്പോൾ അവിടെയല്ലേ കണക്കൊക്കെ എടുക്കേണ്ടത്? ഇവിടെ എന്തിനാണ് കണക്കെടുത്തിട്ട് എന്ത് കാര്യമെന്ന് ചോദിച്ചുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖർ അഭിപ്രായം പറയുന്നത്. അപ്പോൾ തന്നെ ആഡിയൻസിൽ 2-3 പേർ അസ്വസ്ഥത കാണിച്ചു. ഒരാൾ ചാടിയെന്ന് ചോദിച്ചു, സാർ, ഇൻഫൻറ്റ് മോർട്ടാലിറ്റിയും അതുമായിട്ടത് ബന്ധം, പിള്ളേർ പോകുന്നത് ഇതുമായിട്ടത് ബന്ധം, ഇവിടെ ഉള്ളവരിൽ 1000 പേര് ജനിച്ചാൽ എത്ര കുട്ടികൾ മരിക്കുന്നു എന്നുള്ള കണക്കാക്കിയിട്ടല്ലേ പോയവരുടെ കണക്ക് ഇവിടെ എടുക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ തന്നെ രാജീവ് ചന്ദ്രശേഖർ മറുപടി പറയുന്നുണ്ട്, അതിനിപ്പോൾ പോയവരാരും ഇവിടെ തിരിച്ചു വരുന്നില്ലല്ലോ, പിന്നെ ഇവിടെ പ്രസവം നടക്കണമെന്നുണ്ടോ? പ്രസവം ഉണ്ടോ ഇവിടെ? അപ്പോൾ പ്രസവം തന്നെ കുറയല്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ട് ഇൻഫൻറ്റ് മോർട്ടാലിറ്റി കുറയുന്നു എന്ന് പറയുന്നതിനകത്ത് എന്തെങ്കിലും കാര്യമുണ്ടോ? അപ്പോൾ അതുകൊണ്ട് ഇൻഫൻറ്റ് മോർട്ടാലിറ്റി സ്വാഭാവികമായിട്ട് നമ്പർ ഓഫ് ഡെത്ത് കുറവായിരിക്കും ഇവിടെ. അപ്പോൾ അതുകൊണ്ട് കുട്ടികളെല്ലാം പുറത്ത് പോകുന്നു, അവർ അവിടെയാണ് താമസിക്കുന്നത്, ഇങ്ങോട്ട് തിരിച്ചു വരുന്നില്ല എന്ന് പറഞ്ഞ് അത് ക്ലാരിറ്റി വരുത്തി എല്ലാവർക്കും ക്ലിയറായി. അവിടെ പങ്കെടുത്ത എല്ലാവർക്കും അത് വളരെ കൃത്യമായി മനസ്സിലാക്കി. പക്ഷേ ചില ചാനലുകൾ, യൂട്യൂബ് ചാനലുകളും അവർ കാർഡൊക്കെ അടിച്ച് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞതിൻ്റെ ഫസ്റ്റ് പാർട്ട് മാത്രം, അതായത് വിദേശത്ത് പോകുന്ന കുട്ടികൾ കുറയുന്നത് കൊണ്ട് ശിശുമരണ നിരക്ക് കുറയുന്നു ഇവിടെ എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കി അങ്ങോട്ട് ഇട്ടു. കേട്ട പാതി കേൾക്കാത്ത പാതി, വെന്ത പാതി വേവാത്ത പാതി, വെന്തണം തിന്നിട്ട് ബാക്കിയെടുത്ത് കളയണ മലയാളിയുടെ ഒരു പന്ന സ്വഭാവമുണ്ട്. ജോൺ ബ്രിട്ടാസ് കയറി പിടിച്ചു അതിനകത്ത്. ജോൺ ബ്രിട്ടാസ് പിടിക്കുന്നു, ചാനലുകൾ കയറി പിടിക്കുന്നു, സകല പേരും പത്രങ്ങളിൽ ചോദിക്കുന്നു, വീണ്ടും രാജീവ് ചന്ദ്രശേഖരനോട് ചോദിക്കുന്നു, രാജീവ് ചന്ദ്രശേഖരന് വട്ടാവുന്നു, ആകെ കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. ശരിക്കും ആ സമ്മേളനത്തിൽ, ആ സെമിനാറിൽ ഞാനും പങ്കെടുത്തിരുന്നതാണ്. ഇത് ഞാൻ സോഷ്യൽ മീഡിയയിൽ പല കാര്യങ്ങളും, ഇത് പല ചേട്ടന്മാരും സോഷ്യൽ മീഡിയയിലും കയറി വന്നിട്ട് ഇങ്ങനെ ആ ഒരു ചാൻസ് കിട്ടിയല്ലോ. ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞൊരു കാർഡ് കിട്ടിയല്ലോ. അപ്പോൾ തന്നെ രാജീവ് ചന്ദ്രശേഖരൻ്റെ ജാതകം, അദ്ദേഹത്തിൻ്റെ മലയാള ഭാഷ, അദ്ദേഹം മുണ്ടെടുക്കുന്നത്, അദ്ദേഹത്തിന് വിവരമില്ല, പിന്നെ അദ്ദേഹത്തിന് വിവരമില്ലാത്തതുകൊണ്ട് അദ്ദേഹം നിൽക്കുന്ന പാർട്ടിക്ക് വിവരമില്ല, സംഖ്യയ്ക്ക് വിവരമില്ല, ചാണകത്തിന് വിവരമില്ല, ഇങ്ങനെ അടിച്ച് കയറി പോവുകയാണ്. ഒരു വിവരമില്ലാത്തതുകൊണ്ടാണ് അവർ ഇന്ത്യ ഭരിക്കുന്നത്. ഇന്ത്യയിൽ 10-11 വർഷമാണ് തുടർച്ചയായിട്ട് ഭരിക്കുന്നു. പ്രധാനമന്ത്രി, പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, 10-25 സ്റ്റേറ്റ് ഭരിക്കുന്നു. ഗവർണർമാരുണ്ട്. ഈ കേരളത്തിലാണെങ്കിൽ IAS-കാരും IPS-കാരും എല്ലാവരും പാർട്ടിയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ദിവസവും. സിനിമാ നടന്മാരും സെലിബ്രിറ്റി, ഒരു വിവരമില്ല. അതുകൊണ്ടാണ് ആളുകൾ പോകുന്നത്, ഒന്നും അല്ലല്ലോ. അപ്പോൾ രാജീവ് ചന്ദ്രശേഖർ ആ പറഞ്ഞതിൻ്റെ ഒരു പാർട്ട് മാത്രം എടുത്തുകൊണ്ട് അത് അദ്ദേഹത്തെയും ഈ മൊത്തത്തിൽ തെറി പറയുന്നതിനെ ഞാൻ അദ്ദേഹത്തിൻ്റെ വക്കാലെടുത്തിട്ടില്ല. ബാക്കി സംഘിയെന്നോ BJP എന്നോ സംഘപരിവാറെന്നോ എന്ത് തെറിയും ആർക്കും ട്രോളാനും പറയാനുമുള്ള അവകാശമുണ്ട്. പക്ഷേ വിവരമുള്ള, അല്ലെങ്കിൽ പക്വതയുള്ള, ഇത്തരം കാര്യങ്ങളിൽ കുറച്ചുകൂടി ആധികാരികമായ അഭിപ്രായം പറയാൻ കഴിയുന്ന ആളുകളും ചാടി വീണ് സംഘി കൊങ്ങി എന്നൊക്കെ പറഞ്ഞ് ചാടി വീണ് സോഷ്യൽ മീഡിയയിൽ സംസാരിക്കുന്നത് കേട്ടത് കൊണ്ടാണ്. ഇതിൻ്റെ നിജസ്ഥിതി അതല്ല, ശരിക്കും അതല്ല സംഭവിച്ചത്. അവിടെ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞപ്പോൾ അദ്ദേഹം ആദ്യം ഇത് പറഞ്ഞപ്പോൾ തന്നെ അത് ക്ലാരിറ്റിയുടെ പ്രശ്നം വന്നു. അപ്പോൾ തന്നെ ബാക്കിയുള്ളവർ സംശയം ചോദിച്ചു. അദ്ദേഹം വീണ്ടും അത് വളരെ കൃത്യമായി അവിടെ ക്ലാരിഫൈ ചെയ്ത് സമ്പൂർണ്ണമാക്കിയിട്ടാണ് അദ്ദേഹം പിന്നെ അവസാനവും പോകുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു, ഞാൻ പറഞ്ഞത് ഇതാണ്, ഇത് ശരിയാണ് എന്നുള്ള അർത്ഥത്തിൽ അദ്ദേഹം പറഞ്ഞതിന് വിത്ത് ഡേറ്റ വെച്ച് അദ്ദേഹം അത് സംഗ്രഹിച്ചിട്ടാണ് പോയത്. പക്ഷേ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഒരു കാർഡ്, പ്രത്യേകിച്ച് ഒരു പർട്ടിക്കുലർ ഒരു ഡിജിറ്റൽ മീഡിയയുടെയാണ്, ഞാൻ പേര് പറയുന്നില്ല, ഡിജിറ്റൽ മീഡിയക്കാർ മനോഹരമായ കാർഡൊക്കെ ഇട്ട് രാജീവ് ചന്ദ്രശേഖരൻ്റെ വലിയ ഫോട്ടോയൊക്കെ വെച്ച് അവരടിച്ചു. ഇങ്ങനെ എന്താണ് രാജീവ് ചന്ദ്രശേഖർ ഇങ്ങനെ പറഞ്ഞതായിട്ട്
കേരളത്തിൽ നിന്ന് കുട്ടികൾ ചെറുപ്പക്കാർ പുറത്ത് പോകുന്നതുകൊണ്ട്, ആളുകൾ പുറത്ത് പോകുന്നതുകൊണ്ടാണ് ഇവിടെ മരണനിരക്ക് കുറയുന്നത് എന്നൊരടിയടിച്ച്. അങ്ങനെയല്ല, ഇവിടെ എത്ര പേര് ജനിക്കുമോ അതിനനുസരിച്ച് എത്ര പേര് മരിക്കുമോ അങ്ങനെയാണ് മരണനിരക്ക് കണക്കാക്കുന്നത്. എത്ര പേര് പോയി എന്നുള്ളത് വെച്ചല്ല. പക്ഷേ ഇവിടെ ജനിപ്പിക്കാൻ ആളില്ലല്ലോ എന്നുള്ള ചോദ്യം കൃത്യമായി രാജീവ് ചന്ദ്രശേഖർ വച്ചു. പക്ഷേ അത് ചർച്ച ചെയ്യാതെ പോയി എന്നുള്ളത് കഷ്ടമാണ്. കാരണം നമ്മളിങ്ങനെയാണ് മലയാളി. ഏതെങ്കിലും ഒരു പീസ് കിട്ടിയാൽ ആ പീസിനെ വച്ച് ചർച്ച ചെയ്തിട്ട് അതിൽ യഥാർത്ഥ മെരിറ്റിലുള്ള വിഷയത്തെ നമ്മൾ കളയും. അപ്പോൾ ഉള്ള ഗുണം എന്താണ്? നമ്മൾ ഈ പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യാതെ സംഗി, കൊങ്ങി, സുഡാപ്പി, പിന്നെ എന്താണ് കമ്മി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പിന്നെ മാപ്ര എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നല്ല അറുമാദിക്കും. നമുക്ക് അറുമാദിക്കാനുള്ള അവസരമുണ്ട്, അവകാശമുണ്ട്. കാര്യം 1.5 ലക്ഷം കോടി രൂപയാണ് വിദേശത്തു നിന്നൊക്കെ വന്നിവിടെ ഒരു സാമ്പത്തിക ക്രമമൊക്കെ ഉണ്ടാക്കി കേരളത്തിൽ അങ്ങനെ പോകണം. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് പിന്നെ AC മുറികളിലും അല്ലെങ്കിൽ ഇതുപോലത്തെ ഹാളുകളിലും പലയിടത്ത് റൂമുകളിലും ഓപ്പൺ സ്പേസിലും അല്ലെങ്കിൽ മീഡിയ റൂമിലും ഒക്കെ ഇരുന്ന് മൈക്കിന് മുമ്പിലിരുന്ന് ബൈറ്റൊക്കെ കൊടുത്ത് നമുക്ക് അറുമാദിക്കാം. പക്ഷെ കാണിക്കുന്നത് ശുദ്ധ തെമ്മാടിത്തരമാണ്, ശുദ്ധ അസംബന്ധമാണ്. പറഞ്ഞതും പറയാത്തതുമെല്ലാം കട്ട് ചെയ്തും കൂട്ടിയോജിപ്പിച്ചുമൊക്കെ വഷളൻ ബോറൻ രാഷ്ട്രീയം കളിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അതിൽ വിവരവും വിദ്യാഭ്യാസവും ഉള്ളവരെന്ന് പറയുന്നവരും ഇതുള്ളവരും, വിവരമുള്ളവർക്കെല്ലാം വിദ്യാഭ്യാസം വേണമെന്നില്ല, വിദ്യാഭ്യാസമുള്ളവർക്കെല്ലാം വിവരം വേണമെന്നില്ല, രണ്ടും കൂടി ഒന്നിച്ച് പോകണമെന്നില്ല, അതൊക്കെ വേറെ വിഷയം. പക്ഷേ എന്തായാലും കുറേ നമ്മൾ സമൂഹത്തിൽ കുറച്ചുകൂടി പക്വതയോടുകൂടി, പൊളിറ്റിക്കൽ പക്വതയോടുകൂടി ഓപ്പോസിഷനെ ബഹുമാനിച്ചുകൊണ്ട്, അത് ആരായാലും അവരെ ബഹുമാനിച്ചുകൊണ്ട് വർത്തമാനം പറയും എന്ന് വിചാരിക്കുന്ന ആളുകൾ പോലും അങ്ങനെ അല്ലാതെ വന്ന് തറ വർത്തമാനം പറയുകയും തറ ലാംഗ്വേജ് ഉപയോഗിക്കുകയും ചെയ്യുന്ന കാണുമ്പോൾ ഒന്നും പറയാനില്ല. അതിൽ ബ്രിട്ടാസിനെ പോലെയുള്ള ആളുകളുമുണ്ട്, വലിയ ആളുകളുമുണ്ട്, ചെറിയ ആളുകളുമുണ്ട്, MP മാരുമുണ്ട്, പഴയ MP മാരുമുണ്ട്, MLA മാരുണ്ട്, എല്ലാവരും ഉണ്ട് എന്ന് പറയുമ്പോൾ ഒരു കൂതറ, ആ വാക്കാണ് ഉപയോഗിക്കേണ്ടത്, ഒരു കൂതറ രാഷ്ട്രീയത്തിലേക്ക് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഡീസൻ്റ് രാഷ്ട്രീയത്തിനിവിടെ ഒരു പ്രസക്തിയുമില്ല, ഡിസൻറ്റിന് പ്രസക്തിയില്ല, എതിർക്കുന്നതിന് പ്രസക്തിയില്ല, അഭിപ്രായം പറയുന്നതിന് പ്രസക്തിയില്ല. എന്തെങ്കിലും വായിൽ വരുന്നത് കോതയ്ക്ക് പാട്ടെന്ന് ഉള്ള രീതിയിൽ, ആരോ എന്തോ പറഞ്ഞു എന്നുള്ള രീതിയിൽ കൃത്യമായി കാര്യങ്ങൾ ട്രോൾ ചെയ്ത് അതിൻ്റെ മെരിറ്റ്, ഇവിടെ 2 സംഭവങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്തത്. ഒന്ന്, രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞതിൻ്റെ മെരിറ്റ് ആരും ചർച്ച ചെയ്യുന്നില്ല, അത് കളഞ്ഞു. നമ്മൾ ഈ വിവാദങ്ങളിൽ ഉൾപ്പെടുത്തി അത് കളഞ്ഞു. രണ്ടാമത്, പറഞ്ഞത് സമ്പൂർണ്ണമായിട്ടല്ല സമൂഹം ചർച്ച ചെയ്യുന്നത്. അപ്പോൾ പറയുന്ന കാര്യങ്ങളെ ഭാഗികമായി എടുത്ത് അതിൽ ആ മെരിറ്റിനെ കളഞ്ഞിട്ട് ബാക്കി പാകം, തേങ്ങയിൽ തൊണ്ട് കഴിച്ചിട്ട് തേങ്ങ കളയുന്നത് പോലെ എന്ന് പറയുന്ന പോലെ ഉണ്ടല്ലോ, തൊണ്ട് കഴിക്കും നമ്മൾ, തേങ്ങ കളയും എന്ന്, അല്ലെങ്കിൽ കരിക്ക് കളയും, ചിരട്ട കഴിക്കും എന്ന് പറയുന്ന രീതിയിലാണ് നമ്മുടെ പോക്ക്. യഥാർത്ഥ കാമ്പ് അല്ല, യഥാർത്ഥ സബ്ജക്റ്റ്, കോർ സബ്ജക്റ്റ് നമ്മൾ ചർച്ച ചെയ്യാതെ പോകുന്നു. ഇവിടെ നിന്ന് വിദേശത്തേക്ക് പോകുന്ന 35 ലക്ഷത്തോളം വരുന്ന വിദ്യാർത്ഥികളെക്കുറിച്ച് അല്ലെങ്കിൽ ചെറുപ്പക്കാരെക്കുറിച്ച് ഒന്നും നമുക്കൊരു ധാരണയുമില്ല, നമ്മളൊരു ചർച്ചയുമില്ല. അതിന് പകരം നമ്മൾ ഇതിനെ മറ്റ് രൂപത്തിലേക്കൊക്കെ കൊണ്ടുപോയി വഴക്കുണ്ടാക്കി, ബഹളമുണ്ടാക്കി, കുത്തിത്തിരിപ്പുണ്ടാക്കി, മറ്റ് വാക്കുകളൊക്കെ ഉപയോഗിച്ച് അത് അവസാനം സംഖ്യയായി, കൊങ്ങിയായി, കമ്മിയായി, ചാണകമായി, സുഡാപ്പിയായി വിഷയത്തെ ഡൈലൂട്ട് ചെയ്ത് നമ്മൾ കൊണ്ടുപോകുന്ന ഒരു അഴുക്ക സ്വഭാവം മലയാളിക്ക് കുറച്ചു കാലമായി തലയ്ക്ക് പിടിച്ചിട്ടുണ്ട്.